ഒഴിപ്പിക്കൽ പണി അതാണോ ബി ജെ പിയുടെ മുഖ്യ പരിപാടി? ആദ്യം MLA ആണെങ്കിൽ നാളെ ആരായിരിക്കും? ബി ജെ പി നഗരസഭയുടെ ഭൂരിപക്ഷം നേടി ഭരണം പിടിച്ചു പറ്റി. എന്തെല്ലാം ചെയ്യാൻ വേറെയുണ്ട്. നഗരജീവിതത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ചെയ്യാനാണെങ്കിൽ ഒരുപാട് ചെയ്യേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാൻ കൂട്ടാക്കാതെ ഒന്നാമത്തെ അജണ്ട വിജയിച്ചു വന്ന ഒരു മുൻ DGP കൊണ്ട് ഒരു MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുതരം ഒഴിപ്പിക്കൽ പണി അതാണോ ബി ജെ പിയുടെ മുഖ്യ പരിപാടി? ഈ ഒഴിപ്പിക്കൽ ഇതുപോലെ പോയാൽ ആരെയാലും ഒഴിപ്പിക്കും. ആദ്യം MLA ആണെങ്കിൽ നാളെ ആരായിരിക്കും? അതുകൊണ്ട് ഒഴിപ്പിക്കൽ നയം സ്വീകരിക്കുന്ന ബി ജെ പിയുടെ ഈ പോക്ക് വാസ്തവത്തിൽ ഈ നഗരഭരണത്തെ പറ്റിയുള്ള ബി ജെ പി കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും നാണംകെട്ട സങ്കുചിതമായ ചിന്ത എന്താണ്, ബോധമെന്താണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതേപ്പറ്റി പ്രതിഷേധിക്കാനേ ആർക്കും സാധിക്കും. പല കെട്ടിടങ്ങളും വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത് നിയമാനുസൃതമായ കരാറല്ല, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നോക്കിക്കോ, പ്രശ്നമൊന്നുമില്ല, അതെല്ലാം നോക്കാം. പക്ഷേ ഈ പറഞ്ഞ മാതിരി ബി ജെ പിയുടെ ആദ്യത്തെ അജണ്ട ഒരു MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ബാക്കിയെല്ലാം പിന്നെ നമുക്ക് നോക്കാം. എന്തഭ്യർത്ഥന ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. എന്തഭ്യർത്ഥന എല്ലാവർക്കും മനസ്സിലാകും. ഇതൊക്കെ ഇപ്പോഴും ഒരു പോലീസ് മേധാവിയുടെ ഭാഷയിലും ചിന്തയിലും ജീവിക്കുന്ന ഒരു ബി ജെ പി കൗൺസിലർ കാണിക്കുന്ന ഈ ധിക്കാരം വാസ്തവത്തിൽ ധിക്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ്. അതെല്ലാം എല്ലാവർക്കും മനസ്സിലാകും. അതിന് അഭ്യർത്ഥന, യാചന, അപേക്ഷ എന്ന പേരൊന്നും ഇട്ടുകൊണ്ട് ആരും വെള്ളപൂശണ്ട. എനിക്കറിയില്ല ബി ജെ പിയുടെ നിലപാടുകളെ പിന്താങ്ങലായിരിക്കുമോ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതും അദ്ദേഹം പറയണം. എല്ലാ നടപടികളിലും ബി ജെ പി ആശയങ്ങളെയും നിലപാടിനെയും പുതിയ കോൺഗ്രസ് കൗൺസിലേഴ്സ് പിന്താങ്ങുമെന്നാണോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമാക്കണം.